ഫ്ലഡ് ഷെയിം ചെയ്യണം, സൈബർ ബുള്ളിങ് നിർത്തണം. ഇനി മുന്നോട്ട് വരാനിരിക്കുന്ന കുട്ടികളെയും കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും പെൺകുട്ടികളെയും എല്ലാവരെയും ഇതൊന്ന് കാണിച്ച് പേടിപ്പിക്കണം, നിശബ്ദതയിലാക്കണം എന്നുദ്ദേശിച്ചുകൊണ്ട് മാത്രം ഫെനിനെ പുറത്തു വിട്ടിരുന്ന കുറച്ച് സ്ക്രീൻഷോട്ടുകളും പോസ്റ്ററുകളും വളരെ ലേറ്റായിട്ടാണ് ഞാൻ ശ്രദ്ധിക്കുന്നത്. ഫെനിയെ ഞാൻ പരിചയപ്പെടുന്നത് 2024 ജൂലൈയിലാണ്. അന്ന് തൊട്ട് 2025 നവംബർ വരെ ഞങ്ങൾ വളരെ അടുത്ത സുഹൃത്തുക്കളായിരുന്നു. ഒരു മനുഷ്യനെ എത്രത്തോളം ട്രോമയിലാക്കി, സ്ട്രെസ് തന്ന്, സ്ട്രെയിൻ തന്ന് വേദനിപ്പിക്കാവോ അതെല്ലാം ചെയ്തിട്ട് തന്നെയാണ് എനിക്കെൻ്റെ കുഞ്ഞിനെ നഷ്ടപ്പെടുന്നത്. ഞാൻ എൻ്റെ ജീവിതത്തിൽ തന്നെ ഏറ്റവും മോശമായിട്ടുള്ളൊരവസ്ഥയിലൂടെ കടന്നു പോകുമായിരുന്നു. ഫിസിക്കലി, മെൻ്റലി, ഇമോഷണലി, ഫിനാൻഷ്യലി. ഓഗസ്റ്റിലാണ് ഞാൻ ചാനൽസിലൂടെയാണ് എന്നെപ്പോലെ വേറെയും സ്ത്രീകളുണ്ടെന്നും എൻ്റെ കുഞ്ഞിനെ പോലെ വേറെ കുഞ്ഞുങ്ങളുണ്ടെന്നും ഞാൻ അറിയുന്നത്. അതെനിക്ക് വളരെ ഞെട്ടലായിരുന്നു. അതുവരെ എൻ്റെ വിചാരം ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ജീവിതത്തിലുള്ള ഒരേ ഒരു സ്ത്രീയാണെന്ന് ഞാൻ വിചാരിച്ചാണ് ഞാൻ ജീവിച്ചുകൊണ്ടിരുന്നത്. രാഹുൽ പറഞ്ഞ അനുസരിച്ച് ഞാൻ നാട്ടിൽ വന്നു, ക്ലാരിറ്റി തരാമെന്ന് പറഞ്ഞു. ഞാൻ അടൂർക്ക് വരുമെന്ന് പറഞ്ഞപ്പോ രാഹുലിന്റെ അടുത്ത് പറഞ്ഞു അതിലും ഭേദം കുറച്ച് വിഷമം ഇങ്ങോട്ട് വരുന്നതാണ്, ഇപ്പൊ ഇങ്ങോട്ട് വരരുത്, നമുക്ക് പാലക്കാട് വെച്ച് മീറ്റ് ചെയ്യാം, അമ്മ ചേച്ചി എല്ലാവരും തളർന്നിരിക്കുമെന്ന് പറഞ്ഞു. നീ അങ്ങനെ ചെയ്യരുത്, നമുക്ക് പാലക്കാട് വെച്ച് കാണുമെന്ന് രാഹുൽ ഇങ്ങനെ പറഞ്ഞു. രാഹുൽ ആ ഗ്യാപ്പില് ആ കിട്ടിയ സമയം കൊണ്ട് എന്നെ എന്തേരം മാനിപ്പുലേറ്റ് ചെയ്യാമോ അത്രയും മാനിപ്പുലേറ്റ് ചെയ്തിട്ടുണ്ട്. നിനക്ക് എന്നെ കാണെങ്കിൽ നീ ഫെനിയായിട്ട് കോർഡിനേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ഇതിനിടയ്ക്ക് ഫെനിയുടെ ആവശ്യമില്ല, നീ ഒരു സമയം പറയുവാണെങ്കിൽ ഞാൻ കാണാൻ വരാം, ഒരു ഡേറ്റും സമയം വരുവാണെങ്കിൽ. പക്ഷെ എനിക്ക് കൃത്യമായിട്ടുള്ള ക്ലാരിറ്റി കിട്ടണം, എനിക്കറിയണം എന്നെ പോലെ ഇനിയും സ്ത്രീകളുണ്ടോ, ഇനിയും കുഞ്ഞുങ്ങളുണ്ടോ എന്ന് എനിക്കറിയണം. എന്നെ എന്തിനാണ് ഇത്രയും നാള് ഇതിനകത്ത് കൊണ്ടിട്ട് ഇങ്ങനെ കൊല്ലാക്കലം ചെയ്തതെന്ന് എനിക്കറിയണം. കൃത്യമായിട്ടുള്ള ക്ലാരിറ്റി എനിക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും റെസ്പോണ്ട് ചെയ്യും. നടന്ന കാര്യങ്ങൾ ഞാൻ എല്ലാവരോടും ഞാൻ തുറന്നു പറയും എന്ന് പറഞ്ഞതിന്റെ ബാക്കിയായിട്ടുള്ള ഭീഷണികളാണ് നിങ്ങളൊക്കെ കേട്ടിട്ടുള്ളത്. തലയും വാലുമില്ലാത്ത കുറച്ച് ചാറ്റുകൾ മാത്രം പുറത്ത് വിട്ട് എന്നെ പീഡിപ്പിച്ച ഒരാളെ വീണ്ടും എനിക്ക് 3-4 മണിക്കൂർ കാണണമെന്ന് പറയുമ്പം എന്നെ ഫ്ലഡ് ചെയ്യണം എന്നൊരു ഉദ്ദേശത്തോടുകൂടി മാത്രമാണ് അത് പുറത്തു വിട്ടെന്നാണ് എനിക്ക് മനസ്സിലായത്. 3-4 മണിക്കൂർ കാണുമെന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം എനിക്ക് എല്ലാ കാര്യങ്ങളും ഇന്ന് സമാധാനത്തോടെ ഇന്ന് സംസാരിച്ച് ഐ നീഡ് ക്ലോഷർ, അത് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്.